എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ കാണുന്ന പോലെ ഏറ്റവും പുതിയ 2025 മോഡൽ സുസുക്കി ആക്സിസിൻ്റെ ഏറ്റവും പ്രൈസ് കുറഞ്ഞ വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഏറ്റവും ബേസ് മോഡലാണ്. അപ്പോൾ എന്തൊക്കെയാണ് ടോപ്പ് മോഡലിൽ നിന്ന് മിഡ് വേരിയൻറ്റിൽ നിന്ന് ബേസ് വേരിയൻറ്റിലോട്ട് വരുമ്പം എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ വണ്ടിയിൽ കൊണ്ടുവന്നിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് അറിയാവുണ്ട്. അപ്പോൾ അതുവരെ നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ഒരു ബെല്ലൈക്കൺ ഓണാക്കുവാണല്ലേ ഞാൻ കൊണ്ടിരുന്ന ഇതുപോലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നേരെ നമുക്ക് ഈ ഒരു വണ്ടിയുടെ റിവ്യൂലോട്ട് കിടക്കാം. അപ്പം ഞാൻ ആദ്യം തന്നെ പറയട്ടെ, എന്തുകൊണ്ടാണ് ഞാൻ ഇതിനെ ഒരു വാല്യൂ ഫോർ മണി എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഏറ്റവും ടോപ്പ് മോഡലിൽ നിന്ന് ഏറ്റവും ബേസ് വേരിയൻറ്റിലോട്ട് വരുമ്പോൾ, അതായത് ഏറ്റവും ടോപ്പിൽ നിന്ന് ബേസിലോട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതായത് ഇന്ത്യയിൽ നിലവിൽ പല പ്രമുഖ കമ്പനികളും നമുക്ക് ഏറ്റവും ടോപ്പ് വേരിയൻറ്റിൽ നിന്ന് ബേസ് വേരിയൻറ്റിലോട്ട് വരുന്ന സമയത്ത് അവരുടെ ടോപ്പ് വേരിയൻ്റെ പല ഫീച്ചേഴ്സും, അതായത് വില കുറയ്ക്കാൻ വേണ്ടി ആയിരിക്കാം, എന്നാൽ പല ഫീച്ചേഴ്സും എടുത്ത് ബേസ് വേരിയൻറ്റിൽ ഉൾപ്പെടുത്താതെ കളയാറുണ്ട്. അതായത് ബേസിക്കായിട്ട് പറയുവാണെങ്കിൽ ഈ LED ലൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് ഈ ഒരു മോഡലിൽ കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഏറ്റവും ടോപ്പ് മോഡലിൽ കിട്ടുന്ന അതേ കാര്യങ്ങൾ ഈ ഒരു വണ്ടിയിലും കിട്ടുന്നുണ്ട്. അത് ലൈറ്റ് ആയാലും DRL ആയാലും ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. എന്നാൽ നമുക്ക് ഒഴിവാക്കേണ്ട കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് പ്രൈസ് കട്ടിൻ്റെ ഭാഗത്ത്. അതായത് അലോയ് വീല്, ഡിജിറ്റൽ മീറ്റർ, അതായത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കൂടി വരുന്ന ആ ഡിജിറ്റൽ മീറ്റർ, അതൊക്കെ കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ സ്റ്റിൽ നിലനിർത്തിയേക്കുന്ന ഒരു കാര്യം, ബേസ് വേരിയൻറ്റിൽ നമുക്ക് LED ലൈറ്റ് തന്നെയാണ് എല്ലാം പാട്ട് കിട്ടുന്നത്. കണ്ടല്ലേ, ജസ്റ്റ് ഓണാക്കാം. ഈ കാണുന്ന പോലെ LED ലൈറ്റിനെ നിലനിർത്തിയേക്കുന്നു എന്നുള്ളത് ഒരു പ്ലസ് പോയിന്റ് ആണ്. ബേസ് വേരിയൻ്റാണ് പറയുന്നത്. ഇതിലും താഴെ ഒരു ബേസ് വേരിയൻ്റ് ഇനി വരുന്നില്ല. നമുക്ക് ഏകദേശം ഈ പറയുകയാണെങ്കിൽ ഇതാണ് ലാസ്റ്റ് വേരിയൻ്റ് എന്ന് പറയുന്നത്. 3 കളർ വേരിയൻ്റാണ് ഈ ഒരു ബേസ് സെയിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്ന പോലെ കണ്ടല്ലേ, DRL നിലനിർത്തിയിട്ടുണ്ട്, LED ലൈറ്റും നിലനിർത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒരു ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് ബേസ് മോഡൽ ടോപ്പ് മോഡലിൽ നിന്ന് അപേക്ഷിച്ച് ബേസ് വേരിയൻ്റ്. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ പല കമ്പനികളിലും ഈ ടോപ്പ് വേരിയൻറ്റിൽ വരുന്ന LED ലൈറ്റും DRL പോലുള്ള സാധനങ്ങൾ ബേസ് വേരിയൻറ്റിൽ വരുമ്പം കംപ്ലീറ്റ്ലി ഒഴിവാക്കാറുണ്ട് പ്രൈസ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട്. എന്നാൽ നിലവിൽ ആക്സിസിൽ അത് നിലനിർത്തിയിരിക്കുന്നത് ഒരു നല്ല കാര്യമാണ്. പിന്നെ ഫ്രണ്ടിലായിട്ട് ആ ഒരു സുസുക്കി എന്നുള്ള എംബ്ലവും കാര്യങ്ങളൊക്കെ നൈസായിട്ട് കൊടുത്തിരിക്കുന്നു. വേറൊരു കാര്യം ഇവിടെ നിലനിർത്തിയത്, നമുക്കിതിൽ ഹസാർഡ് നിലനിർത്തി എന്നുള്ളതാണ്. കണ്ടില്ലേ, ബേസ് വേരിയൻ്റാണ് ഇത്. ടോപ്പ് വേരിയൻറ്റോ മിഡ് വേരിയൻറ്റോ അല്ല, ഏറ്റവും ബേസ് വേരിയൻറ്റ്. അതിലും ഹസാർഡ് നിലനിർത്തിയിട്ടുണ്ടെന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ പല കമ്പനികളിലും നമുക്ക് ബേസ് വേരിയൻറ്റിൽ ഹസാർഡ് അടക്കമുള്ള ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് ആൾക്കാർ നോക്കുന്നത്, അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ അതൊന്നും ഒഴിവാക്കാതെ ബേസ് വേരിയൻറ്റിലും ഈ 3 കാര്യങ്ങൾ സുസുക്കി ആക്സിസ് നിലനിർത്തിയേക്കുന്നുള്ളത് ഒരു എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. വരുന്ന മാറ്റം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അലോയ് വീല് മാറിയിട്ട് സാധാ ഒരു ഡ്രം വീല് ആണ് കിട്ടുന്നത് എന്നുള്ളതാണ്. ഫ്രണ്ടിലെ വീലിൻ്റെ സൈസ് നോക്കിക്കഴിഞ്ഞാൽ 90-90 12 12-ൻ്റെയാണ് ആ ഒരു വീലും കാര്യങ്ങളൊക്കെ വരുന്നത്. ടെലിസ്കോപ്പ് സസ്പെൻഷനൊക്കെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നു. ഈ കളർ നോക്കിക്കഴിഞ്ഞാൽ വൈറ്റ് അല്ല, ഒറ്റ നോട്ടത്തിൽ നമുക്കൊരു വൈറ്റായിട്ട് തോന്നുമെങ്കിൽ ഇത് വൈറ്റിൽ ഒരു ക്രീമി ഫീലാണ്, ഒരു ക്രീമി കളറാണ് ഈ കൊടുത്തിരിക്കുന്നത്. മൾഗാർഡ് മെറ്റലാണ്, ഈ പാനൽ മെറ്റലാണ്, ഈ ഭാഗത്ത് വരുന്ന ഭാഗങ്ങളൊക്കെ പിന്നെ ഫൈബറുമാണ് കൊടുത്തിരിക്കുന്നത്. ഈ പറഞ്ഞ സൈഡിൽ ഒരു റിഫ്ലക്ടറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഉണ്ട് ആക്സിസിൽ ഈ ഇത്രയും പീസ് ഒറ്റയാണ് വരുന്നത് എങ്കിൽ പുതിയ 2025 ആക്സിലാണ് ഇത് സ്പ്ലിറ്റ് ഓഫ് ആയിട്ട് സെൻറ്റർ കവർ മാത്രം ഈ ഒരു സെക്ഷനായിട്ട് വന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ ആ ഒരു ഇത് നിലനിർത്തിയുള്ള വലിയ കാര്യമാണ്. കോംബി ബ്രേക്ക് സിസ്റ്റമാണ് ഫ്രണ്ടിലെ, കോമ്പിനേഷൻ ബ്രേക്ക് സിസ്റ്റം എന്ന് പറയാം. അതാണ് നമുക്ക് ഏറ്റവും ബേസ് വേരിയൻറ്റിൽ ഫ്രണ്ടിലായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം ഡിസ്ക് ഒഴിവാക്കിയിട്ടുണ്ട്, അലോയ് വീൽ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് ഇതിൻ്റെ സൈഡ് വശങ്ങൾ, അതായത് ഇതിന് മുമ്പുണ്ടായിരുന്ന ആക്സിസിൽ ഇല്ലാത്തൊരു കാര്യം, അതായത് പണ്ടത്തെ ആക്സിസിലുണ്ടായിരുന്നു, അത് ഇടയ്ക്ക് നിർത്തി വീണ്ടും തിരിച്ചു കൊണ്ടുവന്നു. അതാണ് ഈ ബ്രേക്ക് ലോക്ക് എന്ന് പറയുന്നത്. ഒരുപാട് പേര് ഞാൻ ഇതിൻ്റെ ടോപ്പ് മോഡൽ റിവ്യൂ ഇട്ട സമയത്ത് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തൊക്കെയാണ് ഈ ഒരു സംഭവം തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. ഇതേ കണ്ടുള്ളൂ, അത് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ബ്രേക്ക് പിടിച്ചിട്ട് ഇത് പിടിച്ചിങ്ങനെ ഇടുവാണെങ്കിൽ ബാക്കിലെ ബ്രേക്ക് ലോക്കായിട്ടുണ്ട്. കണ്ടില്ലേ, ബാക്കിലെ ബ്രേക്ക് ലോക്കാവും. നമ്മൾ ഈ ബ്രേക്കിൽ ഒന്ന് പ്രസ് ചെയ്യുവാണെങ്കിൽ അത് റിട്ടേൺ പോകും. അപ്പോൾ ആ ഒരു ഇതിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, സേഫ്റ്റിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്വിച്ചസിൻ്റെ കാര്യം നോക്കിയാണ്. ഡിമ്മ് ബ്രൈറ്റ്, പാസ് ലൈറ്റ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പാസ് ലൈറ്റ് വരുന്നുണ്ട്, ഇൻഡിക്കേറ്റർ, ഹോണ്, എൻജിൻ കിൽ സ്വിച്ച് വിത്ത് സെൽഫിൻ്റെ സ്വിച്ച്, ഹസാർഡിൻ്റെ സ്വിച്ച്, ഇത്രയും കാര്യങ്ങളാണ് സ്വിച്ചിൽ വന്നിരിക്കുന്നത്. പിന്നെ ടോപ്പ് വേരിയൻ്റിൽ മിഡ് വേരിയൻ്റിൽ ബേസ് വേരിയൻറ്റ് വന്ന മാറ്റം ഈ മിററാണ്. നേരത്തെ ടോപ്പ് വേരിയൻറ്റിൽ വരുന്നത് ആ ഒരു ഇതുപോലുള്ള സിൽവർ കളറിൽ വരുന്ന ഒരു മിററായിരുന്നു വരുന്നതെങ്കിൽ ബേസ് വേരിയൻറ്റോട്ട് വന്നപ്പോൾ അതൊരു സാധാ മിററായിട്ട് മാറിയിട്ടുണ്ട്. എന്നാൽ മിറർ
വിസിബിലിറ്റി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് നൈസ് തന്നെയാണ്. പക്ഷേ ആ ഒരു ക്രോമിൻ്റെ ഫിനിഷ് മാറിയിട്ടുണ്ട്. ഈ ക്രോമിൻ്റെ ഫിനിഷൊക്കെ അതുപോലെ നിലനിർത്തിയിട്ടുണ്ട്. അതൊക്കെ നൈസായിട്ടുള്ള കാര്യം തന്നെയാണ് നമ്മുടെ ആക്സസിൽ ചെയ്തിരിക്കുന്നത്. ഇനിയും എടുത്തു പറയേണ്ട ഒരു മാറ്റം വന്നിരിക്കുന്നത് ഈ ഒരു കണ്ടല്ലേ, ഈ ഒരു മീറ്ററിലാണ്. ഡുവൽ മീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. അനലോഗ് പ്ലസ് ഡിജിറ്റലും വരുന്നുണ്ട്. ഇതിലും എനിക്കൊരു കാര്യം പറയാൻ വരുന്നത്, നമ്മുടെ സാധാ ഉണ്ടായിരുന്ന കമ്പനികൾക്കെല്ലാം ടോപ്പ് വേരിയൻ്റ് ബേസ് വേരിയൻറ്റിലോട്ടൊക്കെ വരുന്ന സമയത്ത് കംപ്ലീറ്റ്ലി എടുത്ത് മാറ്റിയിട്ട് അനലോഗ് മീറ്റർ മാത്രമാക്കും. എങ്കിൽ നമുക്ക് ആക്സസിൽ ചെറിയൊരു ഡിജിറ്റൽ മീറ്റർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്ന രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. നമുക്ക് സർവീസ് ഇൻഡിക്കേഷന്, ടോട്ടൽ കിലോമീറ്റർ, ഫ്യൂവലിൻ്റെ വാണിങ്, അങ്ങനെയുള്ള അത്യാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റിയ ഒരു കുഞ്ഞൻ ഡിജിറ്റൽ മീറ്റർ കൊടുത്തിരിക്കുന്നു. അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു സ്വിച്ചും കൊടുത്തിരിക്കുന്നു. ഇത് പ്രസ് ചെയ്യുവാണ് ട്രിപ്പ് ബി, ടൈം, ബാറ്ററിയുടെ വോൾട്ട്, നമ്മുടെ ഇതിൻ്റെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ബ്രൈറ്റ്നസ് കൊടുത്തിരിക്കുന്നു. പിന്നെ ടോട്ടൽ കിലോമീറ്റർ. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു കുഞ്ഞൻ ഡിജിറ്റൽ മീറ്ററിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ എന്നെ ആകർഷിച്ച വേറൊരു സംഭവമാണ്, ജസ്റ്റ് ഇത് നിങ്ങൾ മാറ്റി വെച്ചോട്ടെ, ഈ ഒരു ആംബിയൻസ് ലൈറ്റ് കണ്ടില്ലേ. പല ബേസ് മോഡലിലും പല വണ്ടികളുടെ ഇതിലും നമുക്ക് DRL പോലുള്ള സാധനങ്ങളൊക്കെ വന്ന് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോപ്പ് മോഡലിൽ ഫുൾ ഡിജിറ്റൽ മീറ്ററാണ് വിത്ത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ടെങ്കിൽ, ഇത് ഞാൻ പറഞ്ഞ സ്പ്ലിറ്റ് ആയിട്ടുള്ള മീറ്റർ വരുന്നെങ്കിൽ ഒരു ആംബിയൻസ് ലൈറ്റ് നൈസായിട്ട് ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നു. ബ്ലൂ കളർ കണ്ടില്ലേ, അത് കളർ മാറി വരുന്നുണ്ട്, ഗ്രീനും ആകുന്നുണ്ട്. അത് കാണുന്നില്ല, ഗ്രീൻ ആൻഡ് ബ്ലൂ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു കാര്യങ്ങൾ നൈസായിട്ട് ഇത് ചെയ്തിരിക്കുന്നു. ഈ കാണുന്ന പോലെ അത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ഒരു എക്കോ സ്പീഡ്, അതായത് നമുക്ക് ഒരു വണ്ടിയുടെ മാക്സിമം മൈലേജ് നമുക്ക് കിട്ടണമെങ്കിൽ എക്കോ മോഡിൽ ഓടിക്കണം എന്ന് പറയണം. ആ എക്കോ മോഡ് വരുന്നത് ഈ 30-നും 50-നും ഇടയ്ക്കുള്ള, അല്ലെങ്കിൽ 30-നും 60-നും ഇടയ്ക്കുള്ള കിലോമീറ്റർ പോകുമ്പോഴാണ് ആ എക്കോ എന്നുള്ള ആ സ്പീഡ് ലിമിറ്റ് വരുന്നത്. അന്നേരമായിരിക്കും എല്ലാ വണ്ടികൾക്കും ഏറ്റവും കൂടുതൽ മൈലേജും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. മറ്റുള്ള വാഹനങ്ങളിൽ എക്കോ എന്നുള്ള ഭാഗത്തൊന്നും ഗ്രീൻ ലൈറ്റ് അല്ലെങ്കിൽ എക്കോയുടെ പ്രത്യേക ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഈ ഒരു DRL നമുക്ക് വേറെ പറയാം, അല്ലെങ്കിൽ ഒരു ആംബിയൻസ് ലൈറ്റ് എന്ന് പറയാം. അത് എക്കോ മോഡിൽ വെക്കുമ്പോഴായിരിക്കും ഈ ഗ്രീൻ ലൈറ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നീട് സൈഡിലായിട്ട് നമുക്ക് വാണിംഗ് കാര്യങ്ങൾ കാണാം. എഞ്ചിൻ്റെ വാണിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഹെഡ്ലൈറ്റിൻ്റെ അതായത് ഡിമ്മും ബ്രൈറ്റിൻ്റെ വാണിംഗ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഈ സൈഡിലായിട്ടൊരു വേറൊരു ഐ എന്ന് എഴുതിയ ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അനലോഗ് ഒരു കുഞ്ഞ് ഡിജിറ്റൽ മീറ്ററും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും സെറ്റപ്പായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു മീറ്ററാണ് നമുക്ക് ബേസ് മോഡലിൽ വന്നിരിക്കുന്നത്. നമുക്ക് നേരെ ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ മൊബൈൽ ചാർജർ ഓപ്ഷനായിട്ട് വന്നിട്ടുണ്ട്. ബേസ് മോഡലിലും ടോപ്പ് മോഡലിലുമാണ് ഇൻബിൽറ്റ് ആയിട്ട് തന്നെ നമുക്ക് മൊബൈൽ ചാർജർ വരുന്നത്. അത് എയർപോർട്ടാണ് വരുന്നത്, സീ പോർട്ട് അല്ലായിരുന്നു. എങ്കിൽ ഇത് നമുക്ക് ഓപ്ഷനിലായിട്ട് വാങ്ങിച്ച് വെക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. 2 പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ 2 പോക്കറ്റ്, അത്യാവശ്യം നമുക്ക് സാധനങ്ങളൊക്കെ ഇടാൻ പറ്റിയ രീതിയിലുള്ള ആ ഒരു സെറ്റപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട് സുസുക്കി. ഇനിയും ഇത്രയും വലിയ ഹുക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു. സീറ്റിൻ്റെ അടിയിലും എല്ലാം കൊടുത്തിരിക്കുന്നു. ഇനിയും ഈ ഒരു ഭാഗത്ത് വരുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ടോപ്പ് വേരിയൻറ്റിൽ നമുക്ക് ഈ ഭാഗങ്ങളെല്ലാം ബ്രൗൺ കളറിലാണ് കിട്ടുന്നത്. ഇതിലും ബേസ് വേരിയൻറ്റിൽ നമുക്ക് അത് ബ്ലാക്ക് കളറിലോട്ട് മാറിയിട്ടുണ്ട്. പിന്നെ നമുക്ക് സീറ്റിൻ്റെ ഓപ്പണിങ്ങും പെട്രോളിൻ്റെ ഓപ്പണിങ്ങും എല്ലാം ഫ്രണ്ടിൽ തന്നെയാണ്, കീ സെറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പണ്ടുണ്ടായിരുന്ന പോലെ ബാക്കിലല്ല, ഞാൻ ഈ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു, ബാക്കിലല്ല വരുന്നത്, അത് ഫ്രണ്ടിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് കീ ഇട്ടിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് പ്രസ് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ സീറ്റ് ഓപ്പൺ ആവും. ഞാൻ പറഞ്ഞ പോലെ സീറ്റിൻ്റെ സ്പേസ്, നേരത്തെയുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സീറ്റിൻ്റെ സ്പേസ് നമുക്ക് ഇതിനകത്ത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു സ്റ്റോറേജ് സ്പേസ് തന്നെ നമുക്കിതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പഴയ വാഹനങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് ചില കമ്പനികളൊക്കെ ആ സെയിം തന്നെ കൊടുത്തിരിക്കുന്നു. എങ്കിൽ ഇതിൽ അതിനൊരു അപ്ഡേഷൻ ഉണ്ട്, ലൈറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് ബാക്കിലെ ബോഡി നോക്കിക്കഴിഞ്ഞാൽ ബാക്കിലെ ബോഡി ഫൈബറാണ്. ആക്സിസ് എഴുതിയിരിക്കുന്ന ആ ഒരു 3D എംബ്ലവും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നു. സുസുക്കി എക്കോ പെർഫോമൻസ് ഈ SCP എന്നുള്ള ആ ഒരു ഇത് കൊടുത്തിരിക്കുന്നു. ഫുഡ് റെസ്റ്റ് എല്ലാം നൈസായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. ടോപ്പ് വേരിയൻറ്റിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. സൈലൻസറും കാര്യങ്ങളൊക്കെ ആ ഒരു പ്രൊട്ടക്ടറും കാര്യങ്ങളൊക്കെ സിൽവർ കളറിൽ വരുന്നു. ഇനി പെട്രോൾ ഓപ്പൺ ചെയ്യാനുള്ളത് ബാക്കിലാണ്. അത് ജസ്റ്റ് പ്രസ് ചെയ്ത് റൈറ്റിലോട്ട് പ്രസ് ചെയ്യുവാണെങ്കിൽ ഇത് ഓപ്പൺ ആവും. അപ്പം കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് അതിൻ്റെ പെട്രോളിൻ്റെ ഓപ്പണിംഗ് വരുന്നത്. 2 പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നു, സുസുക്കി എന്നുള്ള ബ്രാൻഡിങ് കൊടുത്തിരിക്കുന്നു. ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ സെറ്റപ്പ് കൊടുത്തിരിക്കുന്നത്. 5.3 ലിറ്ററാണ് ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. പ്ലാസ്റ്റിക്കിൻ്റെയാണ് ടാങ്ക് കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. എങ്കിലും ഒരു ഡ്യുവൽ പ്രൊട്ടക്ഷൻ നൈസായിട്ട് കൊടുത്തിരിക്കുന്നു. E20 പെട്രോളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനിയും ബാക്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ അതും നമുക്ക് എടുത്ത് പറയേണ്ടതാണ്. പല കമ്പനികളിലും ഞാൻ ഈ പറഞ്ഞ പോലെ ടോപ്പ് വേരിയൻറ്റും മിഡ് വേരിയൻറ്റും അല്ലെങ്കിൽ ബേസ് വേരിയൻറ്റ് വരുന്ന സമയത്ത് എടുത്ത് കളയുന്ന ഒരു കാര്യം കൂടെ ഇതിൽ എടുത്ത് കളയാതുണ്ട്. ഈ കാണുന്ന പോലെ ഈ ഒരു DRL കണ്ടില്ലേ, DRLും LED ടെയിൽ ലാമ്പുമാണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് കാണിച്ചു തരാം, കണ്ടില്ലേ, അത് ഇതിൽ മാറ്റമില്ലാതെ തന്നെ കൊടുത്തിരിക്കുന്നു. പിന്നെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് ഹാലജൻ ബൾബ് തന്നെയാണ്. അത് നമുക്ക്
ടോപ്പ് മോഡലും അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു DRലും ഈ ഒരു LED ടൈലൈറ്റും എടുത്ത് കളഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പം ബാക്കിലത്തെ വീല് നോക്കിക്കഴിഞ്ഞാൽ അത് 10 ഇഞ്ചാണ് വീല് വരുന്നത്. ഞാൻ പറഞ്ഞ അലോയ് വരുന്നില്ല, നമുക്ക് മാക്സിൻ്റെ ടയറാണ് വരുന്നത്. ടയർ സൈസ് നോക്കിക്കഴിഞ്ഞാൽ 90, 100, 10ൻ്റെയാണ് ടയറും കാര്യങ്ങളൊക്കെ. 10 ഇഞ്ചിൻ്റെയാണ് ഈ വീലും കാര്യങ്ങളൊക്കെ വരുന്നത്. ബാക്കിലായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, കണ്ടില്ലേ, ഒരു വലിയ സ്പ്രിങ്ങും ലോഡായിട്ട് വരുന്ന ആ ഒരു ഷോക്കും കാര്യങ്ങളൊക്കെ കാണാം. കിക്കർ സ്റ്റാർട്ട് വരുന്നുണ്ട്. ബാക്കിലും ഡ്രം ബ്രേക്കാണ് വരുന്നത്. സൈഡ് സ്റ്റാൻഡിലെ സെൻസറും കാര്യങ്ങളൊക്കെ നിലനിർത്തിയിട്ടുണ്ട്. ഇനിയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതിൻ്റെ പ്രൈസിങ് ആണ്. മറ്റുള്ള കമ്പനികളുടെ വണ്ടിയിൽ ഫീച്ചേഴ്സൊക്കെ ടോപ്പ് മോഡലിൽ നിന്ന് ബേസ് വേരിയൻ്റ് വരുമ്പോൾ ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ട അത്യാവശ്യമായിട്ടുള്ള ഫാൻസി ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൈസിങ് വളരെ രീതിയിൽ അവർക്ക് പിടിച്ചു നിർത്താൻ പറ്റിയിട്ടുണ്ട്. ഏകദേശം 1,13,000 രൂപയാണ് ഫുൾ ഫിറ്റിങ്സ് അടക്കം ഈ ഒരു വണ്ടി ഓൺ റോഡ് ഇറങ്ങുമ്പോൾ വരുന്ന പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഫുൾ ഫിറ്റിങ്സ് ഓടി വരുന്ന ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. ഇനിയും മൈലേജാണ് ഏകദേശം 60 കിലോമീറ്റർ അടുപ്പിച്ച് മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. കാരണം ഫ്യൂൽ ഇഞ്ചക്ഷനാണ് വരുന്നത്. ഫ്യൂൽ ഇഞ്ചക്ഷൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്ക് കമ്പനി ഓഫർ ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഏറ്റവും ബേസ് മോഡലിൽ വരുന്ന മാറ്റങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ. അപ്പം ഈ കാണുന്ന പോലെയാണ് ഇതിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളെല്ലാം നമ്മുടെ സുസുക്കി ആക്സസിൽ നിലനിർത്തിയിരിക്കുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുകൂടാതെ ഇന്ന് ഈ ഒരു ബേസ് വേരിയൻ്റ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി നമുക്ക് തന്നിരിക്കുന്നത് കോന്നിലുള്ള, അതായത് പത്തനംതിട്ട ജില്ലയിലെ കോന്നിലുള്ള 4 സ്റ്റാർ സുസുക്കിയാണ്. അവിടുത്തെ ഒരു എക്സിക്യൂട്ടീവിൻ്റെ നമ്പറും കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വണ്ടി വാങ്ങിക്കുവാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ, കോന്നിലോ പത്തനംതിട്ട ഉള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള അവസരവും കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്ന വണ്ടിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിൽ സ്റ്റോക്കും ഉണ്ട്. ഇനിയും ഞാൻ ഈ പറഞ്ഞ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വണ്ടിയെപ്പറ്റിയുള്ള അഭിപ്രായം കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിന് വരെ ബൈ.